ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും സംഭവിക്കുന്നത് ഒരു സാധാരണ സംഭവമായി മാറട്ടെ. ഒരു സാധാരണ സംഭവമായി മാറട്ടെ. ദൈവമേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതം നടക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അടയാളങ്ങൾ സംഭവിക്കണമേ. ദൈവമേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ യുവതി യുവാക്കളിലും ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾ ഉണ്ടാകണമേ. പുതിയ വഴികൾ തുറക്കണമേ. കൈപിടിച്ചു നടത്തണമേ. അനുഗ്രഹം വർഷിക്കണമേ. ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നെല്ലാ കാര്യങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നു കേട്ട ആ വചനം അവിശ്വസിച്ച് കേൾക്കുവല്ല, വിശ്വസിച്ച് കേൾക്കുക. പടനായകൻ അവിശ്വസിച്ചു. ഇതൊക്കെ നടക്കുവോ? ദൈവപുരുഷ, ഇതൊക്കെ നടക്കുവോ? ദൈവപുരുഷൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷേ കണ്ടു, പടനായകൻ അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ പ്രാർത്ഥന മറുപടി കൊടുക്കണമേ. അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ. ദൈവീക നന്മകൾ അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്തരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ, അസൂയയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനം കേട്ടതിന് നന്ദി. വചനം സ്വീകരിച്ചതിന് നന്ദി. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കട്ടെ. നമ്മളിലൂടെ ഇന്ന് കുറേ പുതിയ ആളുകൾ വചനം കേൾക്കാനിടയാകട്ടെ. ഒത്തിരി പേർ വചനത്തിലൂടെ ദൈവത്തെ അറിയാനിടയാകട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് ഒരുപാട് പ്രാവശ്യം വായിക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണാം.